നമ്മുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും കാണിക്കില്ല. കേരളത്തിൽ അങ്ങനെ ശബരിനാഥ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒരു തട്ടിപ്പ് നടത്തി, ആട് തട്ടിപ്പ് നടത്തി, ഉപകരണങ്ങളുടെ തട്ടിപ്പ് നടത്തി, പിന്നെ മോൺസിംഗർ മാവുങ്കൽ വന്ന് തട്ടിപ്പിൽ നടത്തി. ഇങ്ങനെ തട്ടിപ്പുകൾ നടത്താൻ പറ്റുന്നൊരു സോഷ്യൽ അന്തരീക്ഷം, ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ കിടപ്പുണ്ട്. സാധാരണക്കാരൻ്റെ യുക്തിയെപ്പോലും ബുദ്ധിയെപ്പോലും പരീക്ഷിക്കുന്ന കാര്യം. മെസ്സി വരാൻ പോണില്ല എന്നുള്ളത് വിവരമുള്ളവർക്ക് അന്നേ പറഞ്ഞ കാര്യമാണ്. അർജൻറ്റീനയിൽ നിന്ന് മെസ്സി വരണമെങ്കിൽ അതിന് വേറെ സംവിധാനമാണ്. അല്ലാതെ ഇവിടെ നിന്ന് അഗസ്റ്റിൻ ബ്രദർ പോയി ചോദിച്ചാൽ മെസ്സി വരുമോ? അപ്പോൾ മെസ്സി വരില്ല. ഉടനെ നെയ്മറിനെ വിളിക്കാം. അപ്പോൾ നെയ്മറിനെ വിളിക്കാം. മെസ്സി വരുന്നില്ല, നെയ്മർ വരുമോ? ഞാൻ വരില്ല. അവൻ വരുമെങ്കിൽ ഞാൻ വരാം. അവൻ വരില്ല. ഇത് പിള്ളേർ കളിയല്ല. അന്താരാഷ്ട്ര കരാറുകളുടെ ആവശ്യമുണ്ട്. അന്താരാഷ്ട്ര യാത്രകളുടെ പ്രശ്നങ്ങളുണ്ട്. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ പാസ്പോർട്ട് എടുക്കണ കാര്യമല്ല പറഞ്ഞത്. അതിനകത്തുള്ള ഒരു രാജ്യത്ത് പോയി കളിക്കണമെങ്കിൽ അതിനൊക്കെ വളരെ ഒരുപാട് നയങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടെന്നേ. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഇവിടെ നിന്ന് പിന്നെ ഒരാൾ പോയി വിളിച്ചു, മെസ്സി ബാ. ഉടനെ മെസ്സി അടുത്ത ഫ്ലൈറ്റിൽ കയറിയാൽ നീ പോ, ഞാൻ അടുത്ത വണ്ടിയിൽ അങ്ങ് വരാം, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വരുമോ? വരത്തില്ല. പക്ഷേ എങ്കിലും അത് വിശ്വസിച്ച് ഇവിടെ കുറേ ആളുകൾ പരസ്യം കൊടുക്കുന്നു, പത്രത്തിലിടുന്നു, മെസ്സി വരും, മെസ്സി വരില്ല. അപ്പോൾ മെസ്സി തന്നെ ഇന്നലെ പറഞ്ഞു ഇത് ആരടാ എന്നൊക്കെ മെസ്സി ചോദിച്ചുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ടും കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൻ്റെ തിരക്കെട്ട് നടത്തുന്ന പണിയുടെ ഭാഗമായി ശമ്പളം നൽകിയില്ലെന്ന വാർത്തയും ഒക്കെ വരുന്നുണ്ട്. വയനാട് ലോക്സഭയിൽ NDA സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിന്ന സമയത്ത് ഇതിൻ്റെ തട്ടിപ്പുകൾ വാർത്തയായി രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് പിന്മാറുന്നുവെന്ന വ്യാജേന മുങ്ങി. അപ്പോൾ NDA സ്ഥാനാർത്ഥി ആവാനും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. BJPയുടെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു, പക്ഷേ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടപ്പോൾ മുങ്ങിയെന്ന് പറയുന്നു. തുഷാറിൻ്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോകൾ ഇന്നും ഫേസ്ബുക്കിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കൂടെ നിന്നു, ഒരു വശത്ത് BJPക്ക് വേണ്ടി നിൽക്കുന്നു. എന്നിട്ടാണ് ഇന്നലെ BJPയിലെ രാജീവ് ചന്ദ്രശേഖരൻ തെമ്മാടിത്തരം കാണിച്ചു, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുള്ള വാർത്തയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, ബ്രദേഴ്സ്, എങ്ങനെയാണ് കേരളത്തിൽ നിങ്ങളെല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്നുവെന്ന് ഞാനല്ല ചോദിക്കുന്നത്. സഹപ്രവർത്തകർ പലരും ചോദിച്ചത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. UDFനും കോൺഗ്രസിനും വർഗീയ വിരുദ്ധയുടെ ക്ലാസ് എടുക്കുന്നത് CPMനെ കണ്ടുപഠിക്കാൻ പറയും. ഒരു വശത്ത് CPMനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ് കേരളത്തെ പിടിക്കും, BJPക്ക് അനുകൂലമായ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് BJPയെ പിടിക്കും. BJPയെ തെറി പറഞ്ഞുകൊണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ തെറി പറഞ്ഞുകൊണ്ട് CPMനെ പിടിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് നടത്തി ഒരു വല്ലാത്തൊരു ഇടപാടിലേക്കാണ് പോയിരുന്നത്. അതുപോലെ തന്നെ സ്വന്തം ആഫീസിൽ റിപ്പോർട്ടർ ചാനൽ എത്ര പേരെയാണ് പിരിച്ചുവിട്ടത്? ലൈംഗിക അപവാദ കേസുകൾ വരെ വന്നില്ലേ?